അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് ക്യൂ ബൈ പി സ്ക്വയർ ആണെന്ന് പറഞ്ഞു. നമ്മൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി ആണ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ്, ക്യൂ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. അപ്പോൾ പി ഒരു സക്സസ് നടക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ് പ്രാവശ്യം ഫെയിലിയർ നടക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ്. അതായത് എക്സ് ടൈംസ് ഫെയിലിയർ സംഭവിച്ചതിന് ശേഷമാണ് ഒരു സക്സസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ എം ജി എഫ് കാണണം. എം ജി എഫ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻ. എം ജി എഫ് എന്ന് പറഞ്ഞാൽ എം എക്സ് ഓഫ് ടി. എം എക്സ് ഓഫ് ടി എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എന്താണ് ഇ റേസ് ടു ടി എക്സ് ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി. അപ്പോൾ എന്ത് വരും? 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു ടി ഇൻറ്റു ക്യൂ ഓൾ റേസ് ടു എക്സ്. പി കോൺസ്റ്റൻ്റ് ആവും. പി ഔട്ട് സൈഡ് എടുത്താൽ മതി. പി ഔട്ട് സൈഡ് എടുത്തോ പി ഇൻറ്റു. ഇത് എഴുതി കഴിഞ്ഞാൽ ഒന്നാമത്തെ 0 വരുമ്പോൾ 1 പ്ലസ് ഇ റേസ് ടു ടി ക്യൂ പ്ലസ് ഇ റേസ് ടു ടി ക്യൂ ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതെന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ 1 മൈനസ് എക്സ് ഓൾ റേസ് ടു -1ൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പകരം ഇ റേസ് ടു ടി ക്യൂ ആണ്, അല്ലെങ്കിൽ ക്യൂ ഇൻറ്റു ഇ റേസ് ടു ടി. അപ്പോൾ എന്ത് ചെയ്താൽ 1 മൈനസ് ക്യൂ ഇൻറ്റു ഇ റേസ് ടു ടി ഓൾ റേസ് ടു -1. അപ്പോൾ എന്തായി? നമുക്ക് വേണമെങ്കിൽ ഇതിനെ പി ബൈ 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ എം ജി എഫ് എന്ന് പറയുന്നത് എം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി ആണ്. പി ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി ആണ് അതിൻ്റെ എം ജി എഫ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ടായിട്ട് എഴുതി വെക്കാം. ഫസ്റ്റ് നോട്ട്, a random variable x that has a geometric distribution is often referred to as a discrete waiting time random variable. A random variable x that has a geometric distribution is often referred to as a discrete waiting time random variable. Discrete waiting time random variable. It represents how long one has to wait for a success. Wait has നേരത്തെ പറഞ്ഞു എന്താണ്, എത്ര പ്രാവശ്യം നമ്മൾ ഒരു സക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ഫെയിലിയർ നടക്കണം, അതുതന്നെയാണ് അതിൻ്റെ മീനിങ്. രണ്ടാമത്തെ നോട്ടായിട്ട് എഴുതി വെക്കുക. ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് അനലോഗ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യും. എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിസ്ക്രീറ്റ് ടൈപ്പാണ് എന്തെന്ന് പറയുന്നത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി വെക്കുക. ഇനിയിപ്പോൾ വേറെ ഇത് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 മുതലാണ് തുടങ്ങുന്നത് വിചാരിക്കുക. ഓക്കെ, നമ്മൾ 0 മുതലാണ് തുടങ്ങുന്നത്, 1 മുതലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ അടുത്തൊരു നോട്ടായിട്ട് എഴുതി വെക്കുക. ഈ if the geometric distribution starting from if in the
ഇങ്ങനെ എഴുതിയാൽ മതി. ഇഫ് the smallest value of x is 1, in the case the PDF is given by f of x equal to q raised to x minus 1 into p. മൊത്തം എക്സ് പ്രാവശ്യം നടക്കുന്നത്. അപ്പം 0 വരുമ്പോൾ എക്സ് പ്ലസ് അല്ലെങ്കിൽ n പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ അത്രയും പോകും. അപ്പോൾ പിന്നെ എന്താണ് 1 മുതലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 2 എക്സെട്ര. പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഈ കേസിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യൂ ബൈ പി ആയിരുന്നു. ഇവിടെ 1/p ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യൂ ബൈ പി സ്ക്വയർ ആണ്. എം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് പി ഇ റേസ് ടു ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി എന്ന് വരും. പി ഇ റേസ് ടു ടി 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി എന്ന് വരും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. റെഡി? നോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കാനുള്ളൂ. അടുത്തത് അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതി വെക്കാം, ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. ലാക്ക് ഓഫ് മെമ്മറി. ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാം. അതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എഴുതി വെക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതും: if x has geometric density with parameter p, then probability of x greater than or equal to s plus t given x greater than or equal to s equal to probability of x greater than or equal to t for s comma t equal to 0 1 etc. ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് അധികം പ്രശ്നമില്ല. ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബൾബ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടീൻ്റെ ഒരു ഇത് പറയുകയാണ്. ഒരു ബൾബ് 100 മണിക്കൂർ കത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 100 മണിക്കൂറിലേറെ കത്തും. അങ്ങനെയാണെങ്കിൽ അത് എന്തായാലും കത്തും. അങ്ങനെയാണെങ്കിൽ അതൊരു 200 മണിക്കൂർ അല്ലെങ്കിൽ 150 മണിക്കൂർ കത്താനുള്ള പ്രോബബിലിറ്റി എന്താ ആണ്. അപ്പോൾ അത് നമ്മൾ ലാക്ക് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കിയിട്ട് പുതിയ കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് അത് 50 മണിക്കൂറിലേറെ എന്താണ് കത്തുന്നത് നോക്കിയാൽ മതി. അപ്പം 100 മണിക്കൂറിൻ്റെ മുകളിൽ അത് കത്തും. അങ്ങനെയാണെങ്കിൽ 150 മണിക്കൂറിന് മുകളിൽ കത്താനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടാൽ മതി, 50ൻ്റെ മുകളിൽ അത് കത്താനുള്ള പ്രോബിലിറ്റി ആണ്. അതാണ് ലാക്ക് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. പഴയ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അത് ഉണ്ട്, അത് ഒഴിവാക്കി. അതാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി. ഇവിടെ എസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ 100, ടി എന്ന് പറഞ്ഞാൽ 50 വിചാരിക്കുക. എസ് പ്ലസ് ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എസ്സിൻ്റെ മുകളിൽ എന്തായാലും പോകുന്നുണ്ട്, അതായത് 100ൻ്റെ മുകളിൽ എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി, കണ്ടീഷണൽ പ്രോബിലിറ്റി കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഈ മറ്റത് എന്താണ് ഇതിൻ്റെ മുകളിൽ എത്ര പോകുന്നുണ്ട് എന്നുള്ളത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി. ഇതാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതപ്പോൾ ഈ ഒരു ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എഴുതണം. പ്രൂഫ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ സാധനം. അപ്പോൾ നമ്മൾ ഇന്ന്
ഇതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് പ്രോബബിലിറ്റി ഓഫ് എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി ഇൻ്റർസെക്ഷൻ കോമ ഇട്ടാലും മതി, അല്ലെങ്കിൽ ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. ഇതെന്താ വരിക? ഇതിൽ നമുക്ക് ഈക്വൽ ടു ഇത് മാത്രമേ എഴുതിയാൽ മതി, പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. ഇത് ഞാൻ ഇത് പറയുന്നില്ല, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഐഡിയ വേണമല്ലോ ഈ സാധനം. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇവിടെ ഇങ്ങോട്ട് എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഡൗട്ട് വേണം. നമ്മൾ സാധാരണ ഡൗട്ട് ആരും ചോദിക്കില്ല, 1-2 പേര് ഡൗട്ടിൽ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എസ് പ്ലസ് ടി ടു ഇൻഫിനിറ്റി ഇങ്ങനല്ലേ വരിക? ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി, ഇത്രയേ ഉള്ളൂ, ഡിവൈഡഡ് ബൈ എക്സിൻ്റെ വാല്യൂ എസ് മുതലാണ് തുടങ്ങുന്നത്, ഇൻഫിനിറ്റി ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എസ് പ്ലസ് ടി മുതൽ ഉള്ള വാല്യൂസ്, അപ്പോൾ ഇവിടെ എന്താ ഒരു എസ് പ്ലസ് ടി, അടുത്തത് പി 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 അങ്ങനെ പോകും. ആ പിയും ക്യാൻസൽ ആവും, 2 കോൺസ്റ്റൻ്റാണ്. ഇനി ബാക്കിയുള്ളത് എന്താ ഉണ്ടാവുക? ഇവിടെ ക്യൂ റേസ് ടു എസ് പ്ലസ് ടി മുതലല്ലേ പോകുന്നത്, ഇവിടെ ഒരു എസ് പ്ലസ് ടി ഉണ്ടാവും, ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു ക്യൂ റേസ് ടു എസ്സും ഉണ്ടാവും, അതല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ബാക്കി അപ്പോൾ എന്താ ഉണ്ടാവുള്ളൂ? ക്യൂ റേസ് ടു ടി. ഓക്കെ, അപ്പോൾ ഇത് എന്താ സംഗതി നടന്നത്? അതായത് എസ് പ്ലസ് ടി പ്ലസ് 1 എസ് പ്ലസ് ടി പ്ലസ് 2 അങ്ങനെ പോകും. ഓക്കെ, ഇവിടെ ക്യൂ റേസ് ടു എസ്, ക്യൂ റേസ് ടു എസ് പ്ലസ് 1, ക്യൂ റേസ് ടു എസ് പ്ലസ് 2 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടാവുന്നത് ക്യൂ റേസ് ടു എസ് പ്ലസ് ടി എന്നുള്ള സംഭവം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. അതായത് ക്യൂ റേസ് ടു എസ് പ്ലസ് ടി, ക്യൂ റേസ് ടു എസ് പ്ലസ് ടി പ്ലസ് 1 അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉണ്ടാവുന്നത് എന്ന് എഴുതി നോക്കും. ക്യൂ റേസ് ടു എസ് പ്ലസ് ടി, ക്യൂ റേസ് ടു എസ് പ്ലസ് ടി 1 എക്സെട്ര. ഇവിടെ ക്യൂ റേസ് ടു എസ്, ക്യൂ റേസ് ടു എസ് പ്ലസ് 1, അവിടെയൊക്കെ ഇത് ക്യാൻസലായി പോയിട്ട് ബാക്കി ഇവിടെ ഒരു ക്യൂ റേസ് ടു എസ് പ്ലസ് ടി ഡിവൈഡഡ് ബൈ ക്യൂ റേസ് ടു എസ് എന്നുള്ള രൂപത്തിലുണ്ടാവും. ക്യൂ റേസ് ടു ടി, ബാക്കി ക്യൂ റേസ് ടു ടി ഉണ്ടാവും, ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എന്താണ്? അവിടെ ഒരു പി ഉണ്ടാവും, സോറി പി ക്യാൻസലായി പോയിട്ടുണ്ട്. ക്യൂ റേസ് ടു ടി എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? ടി. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്. അപ്പോൾ ഇത്രയാണ് അല്ലേ ക്യൂ റേസ് ടു ടി എന്ന് പറയുമ്പോൾ പി റേസ് ടു എക്സ് പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി എന്നുള്ള രൂപത്തിൽ വരും. അപ്പോൾ നിങ്ങളൊന്ന് പി റേസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി എന്താണെന്ന് ആദ്യം എഴുതി നോക്കുക. പി റേസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി അന്ന് എഴുതി നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. P raised to x. In this case, we say that geometric distribution possesses lack of memory property. അപ്പോൾ lack of memory property satisfy ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. റെഡി? ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ let two independent random variable x and y have the same geometric distribution. Let two independent random variable x and y have the same geometric distribution. Show that the conditional distribution of
x given x plus y equal to n is യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, യൂണിഫോം ആണെന്ന് പ്രൂവ് ചെയ്യണം. ലെറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ ഹാവ് ദി സെയിം ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഷോ ദാറ്റ് ദി കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ ഈസ് യൂണിഫോം. ഇതിൻ്റെ സൊല്യൂഷൻ കാണാം. ഇതിൻ്റെ സൊല്യൂഷൻ അതായത് ലെറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ ഹാവ് ദി സെയിം ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സിനും വൈക്കും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു കെ, പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു കെ രണ്ടും എന്താണ്? ഈക്വൽ ആണ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ക്യൂ റേസ് ടു ടി ഇൻറ്റു പി. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇത് രണ്ടും ഒരേ ഡിസ്ട്രിബ്യൂഷനാണ്. ക്യൂ റേസ് ടു ടി എന്താണ്? ഇൻറ്റു പി ആണ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എക്സ് ഈക്വൽ ടു എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ ഡെഫിനിഷൻ എഴുതി വെക്കാം. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ. നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻ്റർസെക്ഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ divided by probability of x plus y equal to n. That's equal to ഇത് ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ. അപ്പോൾ അതേപോലെ തന്നെ എഴുതുക. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് വൈ ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു എൻ മൈനസ് എക്സ് ഇങ്ങനെയല്ലേ വരിക. വൈ ഈക്വൽ ടു എൻ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ probability of x plus y equal to n. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ എപ്പോഴാണ് വരുന്നത് നോക്കുക. പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് 0 ആകുമ്പോൾ വൈ എൻ ആവണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ വൈ ഈക്വൽ ടു എൻ ആവുന്ന ഒരു കണ്ടീഷൻ പ്ലസ് അല്ലെങ്കിൽ ഓർ എക്സ് ഈക്വൽ ടു 1 ആവുമ്പം വൈ എന്താവണം? എൻ മൈനസ് 1 ആവണം പ്ലസ് എക്സെട്ര. എക്സ് എൻ ആവുമ്പം വൈ 0 ആവണം. അപ്പം ഇത്രയും സംഗതികൾ വരും. അപ്പോൾ ഇത് നമ്മളെങ്ങനെ എഴുതുന്നത്? എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു എൻ എന്ന് പറയുമ്പം പി ഓഫ് എക്സ് ഈക്വൽ ടു ആൻഡ് എന്നല്ല വരുന്നത്. അപ്പം ഇത് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പി ഓഫ് വൈ ഈക്വൽ ടു എൻ എന്നുള്ള രൂപത്തിലാണ് വരിക. അപ്പോൾ എന്ത് വരും? ക്യൂ റേസ് ടു 0 ഇൻറ്റു പി അല്ലേ. പിന്നെ വൈ ഈക്വൽ ടു എൻ എന്ന് പറയുമ്പോൾ ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി പ്ലസ് അടുത്തെന്ത് വരും? ക്യൂ റേസ് ടു 1 ഇൻറ്റു പി ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു പി പ്ലസ് എക്സെട്ര. അവസാനത്തെ ടേം എന്ത് വരും? ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി ക്യൂ റേസ് ടു 0 ഇൻറ്റു പി ഇത്രയും വരും. അപ്പോൾ ഇത് നമുക്ക് ക്യൂ റേസ് ടു 0 പി സ്ക്വയർ അപ്പോൾ ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി സ്ക്വയർ. അടുത്ത ടേമിലും ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്താ വരിക? ഒരു 1 പ്ലസ് എക്സെട്ര പ്ലസ് 1 വരും. ഇത് എത്ര 1 ഉണ്ടാവും ഇവിടെ? അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെറുതെ. ഒരു 3 ടേമാണ് വിചാരിക്കുക. ഒന്ന് 0 1 2 ആണ് വിചാരിക്കുക. 0 1 2. അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് 0 എക്സിന് ഈ വാല്യൂ എടുക്കുക, വൈക്കും ഈ വാല്യൂ എടുക്കുക.
ഇതാണ്. അപ്പോൾ എക്സ് 0 ആകുമ്പം വൈ 2 ആവണം, അപ്പോഴാണ് കിട്ടുക. അതേപോലെ എക്സ് 0 അപ്പോൾ 0 അപ്പോൾ ഒരു ടേം 1 ആയി. ഇനി എക്സ് എന്താണ് എക്സ് 0 ആകുമ്പം വൈ 2 ആണ്. അതേപോലെ നേരെ തിരിച്ചു. ഇനി ഒരു ടേമും കൂടി ഉണ്ടാവുമല്ലോ, എക്സ് 1 ആവുമ്പം വൈയും 1 ആവണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. എക്സ് 1 ആകുമ്പോൾ വൈയും 1 ആവുക. ഇനി ഒറ്റ സിറ്റുവേഷൻ കൂടി ഉണ്ടാവുള്ളൂ, എന്താണ് എക്സ്, അപ്പോൾ ഒരു ഇന്നും കൂടി കിട്ടി, എക്സ് 2 ആകുമ്പോൾ വൈ 0 ആവണം, 3. അപ്പോൾ n 2 ആകുമ്പോൾ ഇവിടെ 3 സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഇവിടെ എത്ര ഇതുണ്ടാവും, ഇവിടെ n+1 ടൈംസ് ഉണ്ടാവും. അപ്പോൾ q⁴n p² n+1 n+1 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ആ കണ്ടീഷണൽ പ്രോബബിലിറ്റി ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഗിവൺ x+y ഈക്വൽ ടു n. അപ്പോൾ എന്ത് വരും, q⁴ മേലെ ആദ്യം എന്ത് ചെയ്യണം, p⁴x എന്താണ് x ഈക്വൽ ടു എക്സ്, p⁴y ഈക്വൽ ടു n-x എഴുതണം. അപ്പോൾ x ഈക്വൽ ടു എക്സ് പറഞ്ഞാൽ q⁴x ഇൻറ്റു p ഇൻറ്റു എന്താണ് q⁴n-x ഇൻറ്റു p ഓൾ ഡിവൈഡഡ് ബൈ n+1 ഇൻറ്റു q⁴n ഇൻറ്റു p². ഇവിടെ ആ p²ഉം p² ക്യാൻസലായിട്ട് പിന്നെ q⁴n ഉണ്ട്, ഇവിടെ എന്താണ് എക്സ് ആണ്, ഇവിടെ n-x ഉണ്ട്. അപ്പോൾ n-xഉം എക്സും ക്യാൻസലായിട്ട് q⁴n ഉണ്ടാവുക, q⁴n പോവും, ബാക്കി ഉണ്ടാവുക 1/n+1 ആണ്. ഈ 1/n+1 എന്ന് പറയുന്നത് തന്നെയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുക, വിച്ച് ഈസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, വിച്ച് ഈസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് എഴുതി വെക്കുക തൽക്കാലത്തിന്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് എഴുതാം. അടുത്തൊരു കാര്യം, let x be a discrete random variable having the PDF x be a discrete random variable having the PDF f of x equal to 2⁻⁻x, x equal to 1, 2, etc. Obtain its MGF and hence find its mean and variance. The question എഴുതി വെക്കുക, let x be a discrete random variable having the PDF f of x equal to 2⁻⁻x, x equal to 1, 2, 3, etc. Obtain its MGF and hence find its mean and variance. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇതിൻ്റെ MGF നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ MGF കാണുക, എന്നിട്ട് എന്താണ് നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷനെ പോലെ തന്നെ MGF കാണുക, അതിൻ്റെ മീനും വേരിയൻസും കാണാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം നമുക്ക്. സപ്പോസ് എക്സ് ഈസ് എ നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂഡ് റാൻഡം വേരിയബിൾ. Suppose x is a non-negative integral valued random variable. Show that the distribution of x is geometric. Distribution of x is geometric if it lacks memory. If it lacks memory, that is, if for each k greater than or equal to 0 and y equal to x minus k, one has probability of y equal to t given x greater than or equal to t
sorry, y equal to t given x greater than or equal to k equal to probability of x equal to t. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, സപ്പോസ് എക്സ് ഈസ് എ നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂഡ് റാൻഡം വേരിയബിൾ, ഷോ ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഈസ് എ ജോമെട്രിക്. ജോമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യുക. ലാക്സ് ഓഫ് മെമ്മറി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലാക്സ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു ടി. അങ്ങനെയാണെങ്കിൽ ഇത് ജോമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. ജോമെട്രിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ PDF എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. ഇത് നമുക്ക് ലെറ്റസ് അതിൻ്റെ സൊല്യൂഷൻ എഴുതാം. ലെറ്റസ് സപ്പോസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പി ആർ എന്നാക്കിയിട്ട് എടുക്കാം. ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്ത് വെക്കുക വെറുതെ. ആർ ഈക്വൽ ടു 0, 1 എക്സെട്ര. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്യൂ കെ എന്ന് എഴുതി വെക്കാം വെറുതെ. ക്യൂ കെ എന്ന് പറയുമ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയുമ്പോൾ പി ഓഫ് പി കെ പ്ലസ് 1 പ്ലസ് പി കെ പ്ലസ് 2 പ്ലസ് എക്സെട്ര അങ്ങനെ വരും. അതായത് കെ മുതൽ ഉള്ള വാല്യൂസൊക്കെ വരും അതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയും. അതേപോലെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്ന കാര്യം ഇതാ, പി ഓഫ് വൈ ഈക്വൽ ടു ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ടി ആയിരിക്കും. നമ്മൾ എക്സ് ഈക്വൽ ടു ആർ ആണെങ്കിൽ പി ആർ ആവുന്നത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി ടി. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്നും ഈ വൈ ഈക്വൽ ടു ടി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്താണെന്ന് നോക്കി നോക്കും. അപ്പോൾ അതാണ് പി ടി എന്ന് പറയുന്നത്. അപ്പോൾ പി ടി ഈക്വൽ ടു എന്താണ് അതിൻ്റെ ഇൻ്റർസെക്ഷൻ, ഏത് പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ടി ഇൻ്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എന്ത് ചെയ്താൽ ഇൻ്റർസെക്ഷനാണ് എക്സ് ഇതിന് നമ്മൾ പിന്നെ എക്സ് മൈനസ് y equal to t intersection x greater than or equal to k. കറക്റ്റ്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്, എക്സും വൈ ഇൻഡിപെൻഡൻ്റ് ആണ്. നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂഡ് റാൻഡം വേരിയബിൾ ഷോ ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഈസ് ജോമെട്രിക് ഇറ്റ് ഹാസ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു കെ പ്ലസ് ടി എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ ഇത്രയും ഭാഗത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് കെ പ്ലസ് ടി ഡിവൈഡഡ് ബൈ ക്യൂ കെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പി ടി ഈക്വൽ ടു പി കെ പ്ലസ് ടി ഡിവൈഡഡ് ബൈ ക്യൂ കെ എന്ന് എഴുതി. പിന്നെ എഴുതി വെച്ചാൽ പി കെ പ്ലസ് ടി ഈക്വൽ ടു പി ടി ഇൻറ്റു ക്യൂ കെ എന്നായി. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു ടേക്കിംഗ് കെ ഈക്വൽ ടു 1 എന്നെടുത്ത് വിചാരിക്കാം. കെ 1 എടുത്തു കഴിഞ്ഞാൽ പി ടി പ്ലസ് 1 ഈക്വൽ ടു പി ടി ക്യൂ എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ Q1. ഇതിന് നമുക്ക് വേണമെങ്കിൽ Q1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു P1 പ്ലസ് P2 പ്ലസ് എക്സെട്ര ആണ് PT. ഓക്കെ, ഈ ഇത്രയും ടേം ഒക്കെ പ്രോബബിലിറ്റി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് നമുക്കൊന്ന് പിന്നെ എന്ത് ചെയ്യാം, ഏതൊരു പ്രോബബിലിറ്റി വാല്യൂ ആയിരിക്കും. ഇതിന് 1 മൈനസ് P നോട്ട് എന്ന് എഴുതി വെച്ചു PT. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ്
പി ടി പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി നോട്ട് ഇൻറ്റു പി ടി ആണ്. അങ്ങനെയാണെങ്കിൽ പി ടി എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി നോട്ട് ഇൻറ്റു പി ടി മൈനസ് വൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പി ടി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെച്ചിട്ട് പി ടി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി നോട്ട് ഇൻറ്റു എന്തായിരിക്കും? 1 മൈനസ് പി നോട്ട് ഇൻറ്റു പി ടി മൈനസ് ടു ആയിരിക്കും. ഓക്കെ, പി ടി മൈനസ് ടു എന്തായിരിക്കും? 1 മൈനസ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് 1 മൈനസ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് പി ടി മൈനസ് 3. ഓക്കെ, എക്സെട്രാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇതിവിടെ എപ്പോഴാണ് 0 ആവുക? 3 എണ്ണം വന്നു. അപ്പോൾ ഇവിടെ ടി എണ്ണം വന്നു കഴിഞ്ഞാൽ അപ്പോൾ 1 മൈനസ് പി നോട്ട് ഓൾ റേസ് ടു ടി ഇൻറ്റു പി നോട്ട് എന്നാവും. ഓൾ റേസ് ടു ടി പി നോട്ട്. അപ്പോൾ പി ടി ഈക്വൽ ടു എന്താണ്? അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ പി നോട്ട് പി 1 മൈനസ് പി നോട്ടാണ്. ടി ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എക്സ് എന്ന് പറയുന്നത് ഹാസ് എ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. ക്യൂ റേസ് ടു ടി ഇൻറ്റു പി നോട്ട് പി. അപ്പോൾ അത്രയും വരും. റെഡി അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, തൽക്കാലത്തിൽ നിർത്താം. താങ്ക് യു.